ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വളറ്റിലിറ്റി സൃഷ്ടിച്ച ഇവന്റ് എന്ന് പറയുന്നത് ലോക്സഭാ ഇലക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അലയൊലികളൊക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ പ്രോട്ടോകോൾ നിലവിലുണ്ടായിരുന്നതിനാൽ 2025 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഈ 2024 ഫെബ്രുവരി മാസം ഒരു ഇടക്കാല ബഡ്ജറ്റായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ബഡ്ജറ്റ് ജൂലൈ 3-ാം വാരം ഏകദേശം ജൂലൈ 23-24 തീയതികളിലായിരിക്കും അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബജറ്റിനോടനുബന്ധിച്ച് പൊതുവെ മാർക്കറ്റിൽ നല്ല വോളറ്റിലിറ്റിക്ക് സാധ്യതകൾ ഉണ്ടാകാറുണ്ട്. ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുള്ള സെക്ടറുകളിൽ ഇപ്പോഴേ റാലികൾ ആരംഭിക്കും. ബജറ്റിന് ശേഷം ആ ഒരു സെക്ടറുകളിൽ പ്രതീക്ഷക്കൊത്ത പ്രഖ്യാപനങ്ങൾ വന്നില്ലെങ്കിൽ സ്റ്റോക്കുകൾ തകർച്ചയും സംഭവിക്കാറുണ്ട്. ഇനി പുതിയ പ്രഖ്യാപനങ്ങൾ വന്ന സെക്ടറുകളിൽ 1-2 ആഴ്ചകളിൽ ശക്തമായ കുതിപ്പും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ ഇത്തരം ഒരു വളറ്റിലിറ്റി എപ്പോഴും ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര ബ്രോക്കറേജ് ഹൗസായിട്ടുള്ള ജെഫ്രി സൂചിപ്പിച്ച ബജറ്റിനോടനുബന്ധിച്ച് ഫോക്കസ് ചെയ്യേണ്ട 4 ബിസിനസ് സെഗ്മെൻറ്റുകളെക്കുറിച്ചും അതിലെ സ്റ്റോക്കുകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ജെഫ്രിയുടെ ഒരു സജഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സജഷൻ എന്നുള്ള നിലയിൽ ജെഫ്രിയുടെ സജഷൻസ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. വാർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് സ്ലാബിൽ വരാൻ പോകുന്ന എന്തെങ്കിലും ചേഞ്ചസ് ആണ്. അപ്പോൾ അതിലൊരു റിലീഫ് ഉണ്ടാവുമെന്നാണ് പൊതുവെ മാർക്കറ്റ് വിലയിരുത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ മിഡിൽ ക്ലാസിൻ്റെ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് പരിഹരിക്കാം, ഇൻകം ടാക്സിൽ നല്ല റിലീഫ് ഈ പ്രാവശ്യം നൽകുമെന്നാണ് മാർക്കറ്റ് കരുതുന്നത്. പ്രത്യേകിച്ച് വാർഷിക വരുമാനം 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ളവരുള്ള ടാക്സ് പേയേഴ്സിനായിരിക്കും ഇത്ര റിലീഫുകൾ ഉണ്ടാവുക എന്നാണ് പൊതുവെ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ ടാക്സ് റിലീഫിലൂടെ എക്സസ് ക്യാഷ് കയ്യിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്ക്രിഷണറി കൺസ്യൂമർ പ്രൊഡക്റ്റുകൾക്ക് വൻ ഡിമാൻഡ് വർദ്ധിക്കുവാനും ആ സെക്ടറിലുള്ള സ്റ്റോക്കുകൾക്ക് അത് ഗുണകരമാകുമെന്നുമാണ് കണക്കുകൂട്ടപ്പെടുന്നത്. അപ്പോൾ ആ മേഖലയിലുള്ള ജെഫ്രി സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കമ്പനി ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ് ആണ്. ഈ കമ്പനി ഡോമിനോസ് പിസ്സ അതുപോലെ ഡങ്കിൻ ഡോണറ്റ്സിൻ്റെ ഒക്കെ മാസ്റ്റർ ഫ്രാഞ്ചൈസി ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. ഇവരുടെ ആ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് അപ് ട്രെൻഡിലേക്ക് പോകുന്നതായിട്ട് കാണാം. 13% റിട്ടേൺ കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കമ്പനി 36,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ്. ഇതിൻ്റെ PE റേഷ്യോ 91 എന്നുള്ള ഒരു ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. രണ്ടാമത്തെ സ്റ്റോക്ക് ദേവയാനി ഇൻ്റർനാഷണൽ ആണ്. വരുൺ ബീവറേജസിൻ്റെ ഹോൾഡിംഗ് കമ്പനിയായിട്ടുള്ള RJ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള KFC, പിസ്സ ഹട്ട് പോലെയുള്ള റെസ്റ്റോറൻറ്റ് ചെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് മേഖലയിലെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ദേവയാനി ഇൻ്റർനാഷണലിൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 9.36% ഒരു ഗ്രോത്ത് കാണാൻ കഴിയും. മാർക്കറ്റ് ക്യാപ്പ് 20,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണിത്. PE റേഷ്യോ 425 എന്നുള്ള വളരെയധികം അബ്നോർമൽ ആയിട്ടുള്ള ഒരു PE റേഷ്യോ ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുക. മൂന്നാമത്തെ സ്റ്റോക്ക് ഭാരതി എയർടെൽ ആണ്. ഭാരതി എയർടെൽ വേൾഡിലെ തന്നെ ഒരു ലീഡിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡേഴ്സാണ്. ഇന്ത്യയിൽ അത് സെക്കൻഡ് ലാർജസ്റ്റ് സർവീസാണ് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇവർ നൽകുന്നത്. ഇവർ 18 രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഈ കമ്പനിയുടെ കഴിഞ്ഞ ഒരു മാസത്തെ ഒരു റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 5% ആണ്. മാർക്കറ്റ് ക്യാപ്പ് 8 ലക്ഷത്തിന് മുകളിലുള്ള ഈ കമ്പനി PE റേഷ്യോ ഇപ്പോൾ 114 എന്നുള്ള വളരെയധികം ഹൈ ആയിട്ടുള്ള ഒരു PE റേഷ്യോയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത സ്റ്റോക്ക് സൊമാറ്റോ ആണ്. ഇന്ത്യയിലെ ഓൺലൈൻ ഫുഡ് സർവീസ് പ്ലാറ്റ്ഫോമിലെ ഒരു ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് സൊമാറ്റോയുടേത്. കഴിഞ്ഞ ഒരു മാസം 7% റിട്ടേൺ നൽകിയ ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 1 ലക്ഷം കടന്ന് 1,71,000 എന്നുള്ള ലെവലിലെത്തിയിരിക്കുകയാണ്. PE റേഷ്യോ 493 എന്നുള്ള വളരെയധികം ഹൈ ആയിട്ടുള്ള ഒരു എക്സ്പെൻസീവ് വാല്യൂഷനിലാണ് ഇപ്പോൾ നമുക്ക് സൊമാറ്റോ കാണാൻ കഴിയുന്നത്. അടുത്ത സ്റ്റോക്ക് നൈക്ക ആണ്. FSN ഇ-കൊമേഴ്സ് വെഞ്ചേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന നൈക്ക പ്രധാനമായിട്ട് അവർ ബ്യൂട്ടി, പേഴ്സണൽ കെയർ അതുപോലെ ഫാഷൻ പ്രൊഡക്റ്റുകളൊക്കെ ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോം വഴി സെൽ ചെയ്യുന്ന ഒരു ലീഡിംഗ് ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോം കമ്പനിയാണ് നൈക്ക. 4% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയത്. 49,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു മിഡ് ക്യാപ്പ് കമ്പനി ഇതിൻ്റെ PE റേഷ്യോ നമുക്ക് ഒരിക്കലും ഒരു റീസണബിൾ അല്ലാത്ത 1,586 എന്നുള്ള വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു PE റേഷ്യോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത സ്റ്റോക്ക് ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ് ആണ്. ഇവർ പ്രധാനമായിട്ടും ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ ഈ നൈക്ക പോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സെർവ് ചെയ്യുന്ന കമ്പനിയാണ്. കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ള റിട്ടേൺ 4% ആണ്. മാർക്കറ്റ് ക്യാപ്പ് 14,000 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്.
പി റേഷ്യോ ഇപ്പോൾ ഹൈ വാല്യുവേഷനിലാണ്, 125 എന്നുള്ള പി ആണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി അടുത്ത സ്റ്റോക്ക് ട്രെൻഡാണ്. ടാറ്റയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള പ്രത്യേകിച്ച് റീറ്റെയിൽ അപ്പാരൽസ്, അതുപോലെ ഫുട്വെയർ ആക്സസറീസ്, ടോയ്സ്, ഗെയിംസ്, ഫുഡ്, ഗ്രോസറി, നോൺ ഫുഡ് പ്രോഡക്ട്സ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു റീറ്റെയിൽ സെഗ്മെൻറ്റിലുള്ള ടാറ്റയുടെ കമ്പനിയാണ്. 14% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1,90,000 കോടിയുള്ള ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. പി റേഷ്യോ ഇപ്പോൾ 127 എന്നുള്ള ഹൈ പി യിലാണ് നമുക്ക് ഈ സ്റ്റോക്കും കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത സ്റ്റോക്ക് റിലയൻസ് റീറ്റെയിലാണ്. റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രത്യേകം ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയല്ല. റിലയൻസ് ഇൻഡസ്ട്രീസിലാണ് ഈ സെഗ്മെൻറ്റ് വരുന്നത്. റീറ്റെയിൽ സെഗ്മെൻറ്റിലുള്ള അവരുടെ 23% റിലയൻസിൻ്റെ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്ന ഈ കമ്പനിയാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് റീറ്റെയിലറാണ്. വേരിയസ് കൺസെപ്റ്റ്സ് ലൈക്ക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഫാഷൻസ്, ലൈഫ് സ്റ്റൈൽ, ഗ്രോസറീസ്, ഫാർമ തുടങ്ങിയുള്ള മേഖലകളിൽ പ്രസൻസ് ഉള്ള റിലയൻസ് റീറ്റെയിൽ അതിൻ്റെ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ റിട്ടേൺ നമുക്ക് നോക്കേണ്ടത് റിലയൻസ് സ്റ്റോക്കിൽ തന്നെയാണ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്കിൽ തന്നെയാണ്. അപ്പോൾ 3% റിട്ടേൺ മാത്രമാണ് കഴിഞ്ഞ ഒരു മാസം കാണാൻ കഴിയുക. മാർക്കറ്റ് ക്യാപ്പ് 20 ലക്ഷമുള്ള ഒരു കമ്പനിയാണ് റിലയൻസ്. ഇന്ത്യയിലെ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. പി റേഷ്യോ 29 എന്നുള്ള നമ്മൾ ഇതുവരെ കണ്ട കമ്പനികളിൽ വെച്ച് കുറച്ച് റീസണബിൾ വാല്യുവേഷനിൽ നമുക്ക് കിട്ടുന്ന സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇനി അടുത്തത് മാരുതി സുസുക്കിയാണ്. ഇന്ത്യയിലെ ലീഡിംഗ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലുള്ള മാർക്കറ്റ് ലീഡിംഗ് കമ്പനി ആയിട്ടുള്ള മാരുതി സുസുക്കിയുടെ കഴിഞ്ഞ ഒരു മാസം റിട്ടേൺ -5% ആണ്. മാർക്കറ്റ് ക്യാപ്പ് 3 ലക്ഷം കോടിക്ക് മുകളിലുള്ള ഈ കമ്പനി അതിൻ്റെ പി റേഷ്യോ കാണിക്കുന്നത് 28.44 ഇതും നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷനിലാണ് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത സ്റ്റോക്ക് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ആണ്. ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന വി-ഗാർഡ് കഴിഞ്ഞ ഒരു മാസം നൽകിയ റിട്ടേൺ 16% മുകളിലാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 18,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ്. പി റേഷ്യോ 73 എന്നുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷനിലാണ് നമുക്ക് ഈ സ്റ്റോക്കും കാണാൻ കഴിയുന്നത്. അടുത്തത് ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമേഴ്സ് ആണ്. ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽ രംഗത്തുള്ള ഒരു ലീഡിംഗ് കമ്പനിയാണ്. 10% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 27,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ്. പി റേഷ്യോ 62 എന്നുള്ള ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം കൺസ്യൂമർ ഡ്യൂറബിൾസ് കമ്പനികളുടെ പി റേഷ്യോ പൊതുവേ ഹൈ ആയിരിക്കും. ഇപ്പോൾ വി-ഗാർഡ് ആയാലും അതുപോലെ ഈ ക്രോംപ്ടൺ ഗ്രീവ്സ് ആയാലും അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത ഹെവൽസ് എന്ന് പറയുന്ന കമ്പനി. ഹെവൽസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലീഡിംഗ് ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സ് കമ്പനിയാണ്, അഥവാ FMEG കമ്പനിയാണ്. ഇവരുടെ മേജർ പവർ ഡിസ്ട്രിബ്യൂഷൻ എക്യുപ്മെൻറ്റ്സും മാനുഫാക്ചർ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലോബൽ പ്രസൻസ് ഒക്കെയുള്ള ഒരു കമ്പനിയാണ് ഹെവൽസ്. കഴിഞ്ഞ ഒരു മാസം 1% മുകളിലുള്ള ഒരു റിട്ടേൺ മാത്രമാണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് 1 ലക്ഷം കോടിക്ക് മുകളിലുള്ള ഈ കമ്പനിയുടെ പി റേഷ്യോ നമുക്ക് കാണുന്നത് 94.45 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി-ഗാർഡ് ആയാലും ക്രോംപ്ടൺ ഗ്രീവ്സ് ആയാലും ഈ ഹെവൽസ് ആയാലും എല്ലാം ഹൈ പിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ പരാമർശിച്ച കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ഷനിലുള്ള കമ്പനികൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ഇനി മറ്റ് ഒരു തീം ഇവിടെ ജെഫ്രി സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അർബൻ അഫോർഡബിൾ ഹൗസിംഗ് മേഖലയിലുള്ള തീമാണ്. അത് ഈ ഗവൺമെൻറ് ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീം വരാൻ സാധ്യതയുള്ള ഒരു സെക്ടറായിട്ടാണ് ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ റൂറൽ അർബൻ മേഖലകളിലുള്ള ഫൈനാൻഷ്യലി ബാക്ക്വേർഡായി നിൽക്കുന്നവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് നിർമ്മിച്ച് നൽകുന്ന ഒരു സ്കീമിലൂടെ വലിയ ഒരു സാധ്യതയാണ് ഈ ബജറ്റിൽ ജെഫ്രി കാണുന്നത്. അപ്പോൾ റിയാലിറ്റി സെക്ടറിലെയും ഹൗസിംഗ് ഫിനാൻസ് രംഗത്തെയും സ്റ്റോക്കുകളിൽ ഇത് കാരണം നല്ലൊരു കുതിപ്പുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്ന ഒരു സ്റ്റോക്ക് മാക്രോടെക് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് ആണ്. മാക്രോടെക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് രംഗത്തുള്ള കമ്പനിയാണ്. അയോധ്യ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനി. 6% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1,43,000 കോടിയുള്ള വലിയൊരു കമ്പനിയാണ്. പി റേഷ്യോ ഇപ്പോൾ 90 എന്നുള്ള ലെവലിലാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഹൈ പിയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ റിയാലിറ്റി കമ്പനി പറയുന്നത് സൺടെക് റിയാലിറ്റിയാണ്. ഇത് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ കമ്പനിയാണ്. പ്രത്യേകിച്ച് ബോംബെ മെട്രോപൊളിറ്റൻ റീജിയനിലുള്ള പ്രധാനപ്പെട്ട കമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിൻ്റെയും ഒക്കെ ഡെവലപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രസൻസ് ഉള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് സൺടെക് റിയാലിറ്റി. കഴിഞ്ഞ ഒരു മാസം 28% വമ്പിച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 8,000 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. പി റേഷ്യോ 117 എന്നുള്ള വളരെ ഹൈ ആയിട്ടുള്ള ഒരു പിയിലാണ് നമുക്ക് ഈ സ്റ്റോക്കും കാണാൻ കഴിയുന്നത്.
അടുത്ത 14ാമത്തെ സ്റ്റോക്ക് ആവാസ് ഫൈനാൻസിയേഴ്സ് ആണ്. ആവാസ് ഫൈനാൻസിയേഴ്സ് പ്രധാനമായിട്ടും ഹൗസിംഗ് ലോൺസും അഡ്വാൻസും ഒക്കെ നൽകുന്ന ഒരു ഫൈനാൻസ് കമ്പനിയാണ്. 14% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 14,000 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. PE റേഷ്യോ ഇപ്പോൾ 30 എന്നുള്ള ലെവലിലാണ് കാണാൻ കഴിയുക. അപ്പം ഹൈലി എക്സ്പെൻസീവ് ആയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് ആണ്. ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് പ്രധാനമായും മറ്റൊരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ്. ഇവർ 48 മണിക്കൂർ കൊണ്ടൊക്കെ ഹാസൽ ഫ്രീ ആയിട്ട് ലോൺ സാങ്ഷൻ ചെയ്യും എന്നുള്ള ഒരു റെപ്യൂട്ടേഷനുള്ള ഒരു കമ്പനിയാണ് ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്. ഇതിൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ റിട്ടേൺ 27% വമ്പിച്ച റിട്ടേൺ ആണ്. മാർക്കറ്റ് ക്യാപ്പ് 9,000 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. PE റേഷ്യോ 30 എന്നുള്ള ലെവലിലാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ജെഫ്രി സജസ്റ്റ് ചെയ്ത മൂന്നാമത്തെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ രംഗത്ത് ബഡ്ജറ്റ് അലോക്കേഷൻ 0.3 ട്രില്യണിൻ്റെ ഒരു വർധന ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അഥവാ 20% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് പ്രത്യേകിച്ച് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഈ ബഡ്ജറ്റിൽ വരാൻ പോകുന്ന വർധനവ് എന്നാണ് കരുതപ്പെടുന്നത്. ഇത് ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനികളിലും ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രാക്ട് കമ്പനികളിലും വലിയൊരു ബൂസ്റ്റ് ഉണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് LNT പോലെയുള്ള ഒരു സ്റ്റോക്കാണ്. നമുക്കറിയാം ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റ് ആണ്. ഇവർ പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇവരുടെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പല സെക്ടറുകളിലും സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ് LNT. കഴിഞ്ഞ ഒരു മാസം റിട്ടേൺ -1% ആണ്. മാർക്കറ്റ് ക്യാപ്പ് 4,96,000 കോടിയുള്ള വലിയൊരു കമ്പനിയാണ്. PE റേഷ്യോ ഇപ്പോൾ 38 എന്നുള്ള ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജെഫ്രി സജസ്റ്റ് ചെയ്ത നാലാമത്തെ ഒരു തീം എന്ന് പറയുന്നത് ഈ പുതിയ മോഡി 3.0 ഗവൺമെൻറ് കൂടുതലായി സംസാരിക്കുന്നത് വെൽഫെയർ സ്കീമുകളെ പറ്റിയും റൂറൽ എക്കണോമി ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുമൊക്കെയാണ്. കൂടാതെ കർഷകരുടെ ഉന്നമനമൊക്കെയാണ് പ്രധാനമായിട്ടും പ്രധാനമന്ത്രിയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 0.5 ട്രില്യൻ്റെ ഒരു വർധനമാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. ഇത് റൂറൽ പോപ്പുലേഷൻ്റെ ബൈങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചേക്കാമെന്നാണ് കണക്കൂട്ടുന്നത്. ഇപ്പോൾ റൂറൽ കൺസംഷൻ മേഖലയിൽ സെയിൽസ് സ്ട്രഗിൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന FMCG കമ്പനികൾക്കും അതുപോലെ 2 വീലർ കമ്പനികൾക്കും ഇത് വലിയ ഗുണകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം പറയുന്ന സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ്. FMCG ബിസിനസ്സിലെ ഇന്ത്യയിലെ മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ഇവർ പ്രധാനമായിട്ടും ഹോം കെയർ, ബ്യൂട്ടി, പേഴ്സണൽ കെയർ ആൻഡ് ഫുഡ് ആൻഡ് റിഫ്രഷ്മെൻറ്റ് സെഗ്മെൻറ്റിലുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. കഴിഞ്ഞ ഒരു മാസത്തെ റിട്ടേൺ 2% മുകളിലാണ്. മാർക്കറ്റ് ക്യാപ്പ് 5 ലക്ഷത്തിന് മുകളിലുള്ള ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ PE റേഷ്യോ 56 എന്ന ലെവലാണ്. ഇത് ഒരു റീസണബിൾ ആയിട്ടുള്ള PE റേഷ്യോ ആണ്, പ്രത്യേകിച്ച് HUL സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്ത സ്റ്റോക്ക് TVS മോട്ടോർ കമ്പനിയാണ്. TVS മോട്ടോർ കമ്പനി പ്രധാനമായിട്ടും എൻഗേജ് ചെയ്യുന്നത് 2 വീലേഴ്സ് അതിൻ്റെ ആക്സറീസും നിർമ്മാണ രംഗത്താണ്. ഇത് വൈഡ് റേഞ്ച് ഓഫ് 2 വീലേഴ്സും കൂടാതെ 3 വീലേഴ്സും ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തെ റിട്ടേൺ 5%. 1 ലക്ഷം കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു കമ്പനി PE റേഷ്യോ 67 എന്ന ലെവലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത സ്റ്റോക്ക് ഹീറോ മോട്ടോകോപ്പാണ്. ഹീറോ ഹോണ്ട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കമ്പനി ഇപ്പോൾ ഹീറോ മോട്ടോകോപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഹീറോ മോട്ടോകോപ്പ്. കഴിഞ്ഞ ഒരു മാസം 7% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1 ലക്ഷം കോടിക്ക് മുകളിലുള്ള വലിയൊരു കമ്പനിയാണ്. PE റേഷ്യോ ഇപ്പോൾ 29 എന്നുള്ള ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. അത് വളരെയധികം റീസണബിൾ ആയിട്ടുള്ളൊരു PE റേഷ്യോയിലാണ് ഈ ഒരു ഹീറോ മോട്ടോർകോപ്പ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും അവസാനത്തെ സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ്. അവരുടെ പ്രസൻസ് 2 വീലേഴ്സിലും 3 വീലേഴ്സിലും പാസഞ്ചർ വെഹിക്കിളിലും കമേഴ്ഷ്യൽ വെഹിക്കിളിലും ട്രാക്ടേഴ്സിലും എർത്ത് മൂവേഴ്സിലൊക്കെ വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു കോൺഗ്ലോമറേറ്റ് ആണ്. 12% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 3 ലക്ഷത്തിന് മുകളിലുണ്ട്. PE റേഷ്യോ 28 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. ഇതും അത്ര ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 20 സ്റ്റോക്കുകൾ ഇത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കാവുന്നതാണ്. ഈ വരുന്ന ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം വോളറ്റിലിറ്റി നടക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണിത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.